കോമേഴ്സ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് കറൻറ്റ് ലയബിലിറ്റിയും അതുപോലെ തന്നെ ക്യാപിറ്റലുമാണ്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നമുക്കപ്പോൾ നോക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ രണ്ടാമത്തെ ലയബിലിറ്റി എന്നാൽ നമ്മൾ അസറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലയബിലിറ്റിയും ക്യാപിറ്റലുമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. എമൗണ്ട് പേയബിൾ ബൈ എ ബിസിനസ് കൺസേൺ ടു ഔട്ട്സൈഡർ. ദി എമൗണ്ട് വിച്ച് എ ബിസിനസ് ഓൺസ് ടു അതർ either from money borrowed or from goods and asset purchased on credit or for service rendered. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ എമൗണ്ട് പേയബിൾ എന്ന് വെച്ചാൽ ബിസിനസ് കൺസേൺ വന്നിട്ട് ഔട്ട്സൈഡേഴ്സിന് പേ ചെയ്യുന്നതാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദി എമൗണ്ട് വിച്ച് ബിസിനസ് ഓൺസ് ടു അതേഴ്സ്, അതായത് നമ്മൾ എന്തെങ്കിലും സാധനം മേടിച്ചിട്ട് പൈസ കൊടുക്കാനുണ്ടെങ്കിലാണ് നമുക്ക് അതിന് ലയബിലിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പം മണി ബോറോഡ് ഫോർ ഗൂഡ്സിൻ്റെ വേണ്ടിയിട്ട് പൈസ ഇതാക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ക്രെഡിറ്റിന് സാധനം എടുക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ലയബിലിറ്റീസിൽ വരുന്നത്. ഓക്കെ, എഗെയിൻസ്റ്റ് ദി ബിസിനസ് ആർ കോൾഡ് thus liabilities are claim of outside. ലയബിലിറ്റി വന്നിട്ട് ക്ലെയിമാണ്, നമ്മൾ തിരിച്ച് കൊടുക്കേണ്ട പൈസയാണ്, അത് ഔട്ട്സൈഡേഴ്സിന് കൊടുക്കേണ്ട പൈസയാണ്. എഗെയിൻസ്റ്റ് ദി ബിസിനസ് ആർ കോൾഡ് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സാണ് നമ്മൾ കൊടുക്കാനുള്ള പൈസയ്ക്കാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കത് ഈക്വിറ്റി ദേ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു കാറ്റഗറീസ്. ഓക്കെ, ദേ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു കാറ്റഗറീസ്. അപ്പോൾ നമുക്കത് ക്രെഡിറ്റേഴ്സും ഈക്വിറ്റി ദേ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു കാറ്റഗറീസ്. അത് രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വന്നിട്ട് കറൻറ്റ് ലയബിലിറ്റിയാണ്, ഒന്നാമത്തെ കറൻറ്റ് ലയബിലിറ്റിയാണ് വരുന്നത്. അപ്പോൾ അതേതാന്ന് നോക്കാം. ദീസ് ആർ ലയബിലിറ്റീസ് വിച്ച് ബിക്കം ഗീവ് ആൻഡ് പേയബിൾ വിത്ത് എ ഷോർട്ട് ടൈം. എന്ന് വെച്ചാൽ ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിനാണ് നമ്മൾ കറൻറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ടൈം പീരിയഡ് ഉണ്ട്, ആ സമയത്ത് തന്നെ നമുക്ക് കൊടുത്ത് തീർക്കാം. 1 year തന്നെ നമ്മൾ കൊടുക്കണം. യൂഷ്വലി 1 year ഓർ ലെസ്, 1 year അല്ലെങ്കിൽ കുറഞ്ഞതോ അത്രയേ വരത്തുള്ളൂ. ഇതിന് കറൻറ്റ് ലയബിലിറ്റിക്ക് അത്രയേ വരത്തുള്ളൂ. പിന്നെ ക്രെഡിറ്റേഴ്സ് ഫോർ ഗൂഡ്സ് ബിൽസ് പേയബിൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആ സം ഓഫ് എക്സാമ്പിൾ ഓഫ്. ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾ വന്നിട്ട് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ട് ക്രെഡിറ്റേഴ്സ് ഫോർ ഗുഡ് എന്നൊക്കെ വരത്തില്ല, നമ്മൾ പറഞ്ഞിട്ടില്ലേ. ഗൂഡ്സ് ബിൽസ് പേയബിൾ എന്നുവെച്ചാൽ കമ്പനിയിൽ നമുക്ക് നിലനിർത്തി പോകേണ്ടതിനാണ് ഗുഡ് വിൽ. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിൽ വരും. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആ സം ഓഫ് എക്സാമ്പിൾ, ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. പിന്നെ കറൻറ്റ് ലയബിലിറ്റീസ് ദേ ആർ ജനറലി പെയ്ഡ് ഔട്ട് ഓഫ് കറൻറ്റ് അസറ്റ് ഓർ ക്രിയേഷൻ ഓഫ് അതർ കറൻറ്റ് ലയബിലിറ്റി. എന്ന് വെച്ചാൽ ഇത് കറൻറ്റ് അസറ്റിൽ നിന്ന് പോകും. കറൻറ്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മുടെ കയ്യിലുള്ള ക്യാഷിനെയാണ് നമ്മൾ കറൻറ്റ് അസറ്റ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ലയബിലിറ്റി ആയിട്ട് കറൻറ്റ് ലയബിലിറ്റി ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടും കൊടുക്കാം. ഇതാണ് നമ്മൾ പറയുന്നത്, ഇതാണ് കറൻറ്റ് ലയബിലിറ്റി ആയിട്ട് വരുന്നത്. അടുത്തത് ഫിക്സ്ഡ് ഓർ ലോങ് ടേം ലയബിലിറ്റി. ഫിക്സ്ഡ് എന്ന് വെച്ചാൽ ചില ലയബിലിറ്റീസൊക്കെ നമ്മളിപ്പോൾ ബാങ്ക് ലോൺ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് വർഷങ്ങളുണ്ട്, ഇത്ര വർഷത്തിനുള്ളിൽ അടച്ചു തീർക്കണം, അതൊക്കെ വലുതാണ്. നമുക്ക് നോക്കാം. ലയബിലിറ്റീസ് വിച്ച് ആർ പേയബിൾ ആഫ്റ്റർ എ ലോങ് പീരിയഡ് എന്ന് വെച്ചാൽ ഒത്തിരിയും പീരിയഡിന് ശേഷം പേ ചെയ്യുന്നതാണ്. യൂഷ്വലി മോർ ദാൻ 1 year, 1 yearൻ്റെ മേലെയും വരുന്നതിനാണ് നമുക്ക് ഈ ലയബിലിറ്റി വരുന്നത്. ആർ ടേംഡ് ആസ് ഫിക്സ്ഡ് ഓർ ലോങ് ടേം ലയബിലിറ്റീസ്. ഓക്കെ, എക്സാമ്പിൾ ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ലോൺസ് ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നമുക്ക് ലോങ് ടേം ലോൺസ് ഒക്കെ എടുക്കുന്നതിനാണ് നമ്മൾ ഇത് പറയുന്നത്. ഇതിൽ രണ്ടേ വരത്തുള്ളൂ, ഒന്ന് ലോങ് ടേമും ഒന്ന് ഷോർട്ട് ടേം. ഷോർട്ട് ടേം എന്ന് വെച്ചാൽ നമുക്ക് 1 yearനുള്ളിൽ തന്നെ അടച്ചു തീർക്കാം. ഇത് ലോങ് ടേം എന്ന് വെച്ചാൽ 1 വർഷത്തിന് മേലെയൊക്കെ പോകുന്നത്. എത്ര വർഷമാണ് അതിനുള്ളിൽ നമുക്ക് അടച്ചു തീർക്കണം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം ക്യാപിറ്റൽ റെഫർ ടു ദ മണി. ഇറ്റ് ഈസ് ദി എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ സ്റ്റാർട്ടിങ് എ ബിസിനസ് ബൈ എ പേഴ്സൺ. ഇതെന്ന് വെച്ചാൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഈസ് ദി ഓണർ ക്ലെയിം എഗെയിൻസ്റ്റ് ദി ബിസിനസ്. ഓണേഴ്സിൻ്റെ ക്ലെയിമാണ് അത്, എഗെയിൻസ്റ്റ് ദി ബിസിനസ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ക്ലെയിമാണ്. ഇറ്റ് ഈസ് ആൾസോ കോൾഡ് ആസ് ഓണേഴ്സ് ഈക്വിറ്റി എന്നും പറയാറുണ്ട് ഇതിന്. ഓക്കെ, ക്യാപിറ്റൽ മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഫിക്സ്ഡ് ക്യാപിറ്റൽ ആൻഡ്
വർക്കിംഗ് ക്യാപിറ്റൽ. ക്യാപിറ്റലിന് രണ്ടായിട്ട് നമ്മൾ തരം തിരിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിക്സ് ക്യാപിറ്റൽ നോക്കാം. ഇറ്റ് ഈസ് ദി പാർട്ട് ഓഫ് ദി ടോട്ടൽ ക്യാപിറ്റൽ റീപ്രസെൻറ്റഡ് ബൈ ദി ഫിക്സ് അസറ്റ്. എന്ന് വെച്ചാൽ ഫിക്സ് അസറ്റിൽ നമ്മൾ ടോട്ടൽ ക്യാപിറ്റൽ തന്നെ റീപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ഓക്കെ, നമുക്ക് എന്താ ഇപ്പോൾ നമ്മുടെ പൈസ കൊടുത്ത് തന്നെ നമ്മൾ എന്തെങ്കിലും ഫർണിച്ചേഴ്സൊക്കെ മേടിക്കുകയാണെങ്കിൽ അത് നമുക്ക് ക്യാപിറ്റലാണ്, നമ്മുടെ ക്യാപിറ്റലാണ്, ഫിക്സ്ഡ് ആയിട്ടുള്ള ക്യാപിറ്റലാണ്. നമുക്ക് എന്തെങ്കിലും ക്യാഷ് കിട്ടും ലേറ്റർ ഓൺ, അല്ലെങ്കിൽ കമ്പനി നമുക്ക് പൈസ തരേണ്ടി വരും. അതാണ് ഇത് പറയുന്നത്. പിന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് റീപ്രസെൻറ്റഡ് ബൈ നെറ്റ് കറൻറ്റ് അസറ്റ്. എന്ന് വെച്ചാൽ നെറ്റ് കറൻറ്റ് അസറ്റിനും നമുക്ക് റീപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഈസ് ദി എസ്സസ് ഓഫ് കറൻറ്റ് അസറ്റ് ഓവർ കറൻറ്റ് ലയബിലിറ്റി. ഇപ്പോൾ കറൻറ്റ് ലയബിലിറ്റീനെക്കാട്ടിലും കറൻറ്റ് അസറ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് നമുക്ക് ഇതാക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ നോക്കിയിരുന്ന ക്യാപിറ്റലും പിന്നെ ലയബിലിറ്റിയും. അപ്പോൾ നമുക്ക് എന്താ പറയാനെന്ന് വെച്ചാൽ ക്യാപിറ്റലിനും ഇപ്പോൾ ഓണറും ബിസിനസ്സും വേറെ വേറെയാണ്, രണ്ടുപേരും ഒരാളല്ല. നമ്മളിപ്പോൾ രണ്ടിനെ രണ്ടായിട്ട് തന്നെ കാണണം. ഇപ്പോൾ ഓണേഴ്സിനെ ഒരായിട്ടും ബിസിനസ്സിനെ ഒരായിട്ടും കാണണം, എന്നാലേ നമുക്കതിൽ വാല്യൂ ബെനിഫിറ്റൊക്കെ വരത്തുള്ളൂ. എന്ന് വെച്ചാൽ രണ്ടായിട്ട് കാണും. കാരണം നമുക്ക് പൈസയൊക്കെ ഇപ്പം നമ്മുടെ പൈസയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതല്ലേ എന്നൊക്കെ പറഞ്ഞിരിക്കാനായിട്ട് പറ്റത്തില്ല. ബിസിനസ് വേറെ, നമ്മൾ വേറെ, അങ്ങനെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ കുറേ ഉണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇത് മൂന്നുമാണ് നോക്കിയിരുന്നത്. അസറ്റും ലയബിലിറ്റിയും ക്യാപിറ്റലുമാണ് നമ്മൾ മൂന്ന് നോക്കിയിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാലൻസ് കുറേ ഉണ്ട്, നമുക്കതൊക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സോ നിങ്ങൾക്കപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ ആദ്യത്തെ ചാനലായ ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്യാം. അതിൽ ഞാൻ എടുക്കുന്നത് സ്പോക്കൺ ഇംഗ്ലീഷും മോട്ടിവേഷനിലും ഗ്രാമറിൻ്റെയും ക്ലാസ്സുകളാണ്. അപ്പോൾ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ആ ചാനലൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ നമ്പറിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി. അതിൻ്റെ ലിങ്ക് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അതുപോലെ തന്നെ കമൻറ്റിലും ഫസ്റ്റായിട്ട് പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓൺലൈനും ഓഫ്ലൈനും ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നമ്പറിലൊന്ന് വിളിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ വീഡിയോസൊക്കെ ഒന്ന് ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ അവർക്കൊക്കെ ഇത് യൂസ്ഫുൾ എന്ന് തോന്നുവാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ആരെങ്കിലും അക്കൗണ്ടൻസി പഠിക്കുന്നവരാരെങ്കിലും കാണുമല്ലോ. സോ അവർക്കൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാകും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ്സായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സി യു.